ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അത്ഭുത പ്രതിഭാസം നടക്കുന്നത് കൊണ്ടാണ്. ഇത് എൻ്റെ വീടിൻ്റെ ഉമ്മറത്തെ അന്തോണീസ് പുണ്യവാളൻ്റെ രൂപമാണ്. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഈ ചേച്ചി ഇത്ര വലിയ രൂപമൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഒരു പാവപ്പെട്ടൊരു പയ്യൻ രൂപം പണിയാനായിട്ട് വന്നു. അപ്പോൾ മോൾ ഭാഗത്ത് പണിയാനായിട്ട് ഫ്രീ ആയി കൊടുത്ത് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് വേണ്ടി ഒരു ഫാദറിനോട് പറഞ്ഞപ്പോൾ നമ്മുടെ തൃശ്ശൂർ രൂപതയിലെ ഒരു പള്ളി അന്ന് പുതുക്കി പണിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സകല ആവശ്യമില്ലാത്ത രൂപങ്ങളും കൊണ്ടുവന്ന് ഈ മകന് കൊടുക്കുകയാണ്. പക്ഷേ ഈ രൂപം മാത്രം വാങ്ങാൻ ആളില്ല. കാരണം അത് പൊട്ടി പൊളിഞ്ഞാണ് ഇരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിൽ അവയവങ്ങളൊക്കെ കയ്യിൽ വരും. അങ്ങനെയാണ്. അതുകൊണ്ട് ആരും ഇത് വാങ്ങാനില്ല. ഇതിനെ അങ്ങനെ ഇവിടെ വെച്ചതാണ്. പക്ഷേ ഈ രൂപം കുറേ അത്ഭുതകരമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു കാര്യം, ഈ രൂപങ്ങളെല്ലാം വീട്ടിലേക്ക് വരുന്നതിനൊക്കെ മുൻപ് ഞാനൊരു ദർശനം കാണുകയാണ്. സ്വർഗത്തിലെ സകല സ്വർഗവാസികളും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. ഞാനത് ഇവിടെ പറഞ്ഞു, മാലാഖമാരും വിശുദ്ധരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നു എന്ന്. അന്ന് എനിക്കറിയില്ല ഇതിങ്ങനെ കൊണ്ടുവരുന്നു എന്ന്. അങ്ങനെ പകൽ നോക്കിയപ്പോഴാണ് ഒരു വണ്ടിയിൽ എല്ലാ സ്വർഗവാസികളും ഇറങ്ങുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, അപ്പോൾ കണ്ട കാര്യം ശരിയാണല്ലേ എന്ന്. അങ്ങനെ എല്ലാ രൂപങ്ങളും ആ മകൻ മറിച്ച് വിറ്റു, പൈസ എടുത്തു. ഈ രൂപം മാത്രം ഇവിടെ പെട്ടുപോയി. പല വഴിക്കും ഇതിനെ കൊടുക്കാൻ നോക്കി, പക്ഷേ ആർക്കും വേണ്ട. അങ്ങനെ ഈ രൂപം ഇവിടെ നിലവിൽ വന്നു. പിന്നീട് ഇത് ഇവിടെ ആയിരുന്നില്ല, വീടിൻ്റെ സൈഡിലായിരുന്നു. പഴയ രൂപങ്ങളൊക്കെ കൂട്ടി ഇടുന്ന പോലെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനതിനെ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അതൊരു രൂപം അങ്ങനെ വിൽക്കാൻ വേണ്ടി വന്നതല്ലേ. പിന്നീടാണ് അതിൻ്റെ അത്ഭുതശക്തി ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കുരിശുമല ആശ്രമത്തിൽ പോയിരിക്കുന്ന സമയത്ത് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരു സാമ്യച്ചൻ എന്നോട് ചോദിക്കുകയാണ്, വീടിൻ്റെ സൈഡിൽ ഒരു പ്രതിഷ്ഠയുള്ള രൂപം ചാണത്തിലും ചെളിയിലും ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ടല്ലോ എന്ന്. അന്നാണ് ഞാൻ അതിശയിച്ച് പോയത്. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ പയ്യനോട്, ഇതിനെ ശരിക്ക് സൂക്ഷിച്ച് വെക്കണം. ഇത് പ്രതിഷ്ഠയുള്ള രൂപമാണ്. ഒരു പള്ളിയിൽ 10-60 കൊല്ലം രതീഞ്ഞൊക്കെ നടത്തിയ രൂപമാണ്. നീ ഇങ്ങനെ ഇതിടരുത് എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ അവിടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടു. പക്ഷെ പിന്നീട് സന്ദേശത്തിൽ പറയാണ് എനിക്കിവിടെ ഫ്രണ്ടിൽ വന്നിരിക്കണം. ഞാൻ പിന്നെ അന്നത്തെ അച്ഛന്മാരുമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ രൂപം ഇവിടെ വയ്ക്കാൻ. പക്ഷേ എന്താണ് ചെയ്യുക? അപ്പോൾ അവർ പറഞ്ഞു, അവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ രൂപം പണിക്കാരല്ലേ, അവിടെ ഇരിക്കട്ടെ എന്ന്. ഏതായാലും പൊളിഞ്ഞ് പോകുന്ന രൂപമാണ്. അങ്ങനെയാണ് ഈ അന്തോണീസ് പുണ്യവാളൻ എൻ്റെ വീട്ടിലെത്തുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു പ്രതിഭാസം നിങ്ങൾ കാണുന്നുണ്ടാവും. ഒരു മീൻ ഇങ്ങനെ മലർന്നിട്ടാണ് നീന്തുന്നത്. വയറൊക്കെ വീർത്ത് പൊട്ടാറായ രീതിയിൽ. ഈ അന്തോണീസ് പുണ്യവാളനെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ അപ്പുറത്ത് 2 സൈഡിൽ മീനുകളെ ഇടാൻ വേണ്ടി ആ ഗ്യാപ്പ് അങ്ങനെ ഒരു ഫിഷ് ടാങ്ക് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ മീനുകളൊക്കെ ഇടാറുണ്ട്. വർഷങ്ങളായി കിടക്കുന്ന മീനുകളാണ്. ഒരു 6 മാസമായി പലരും വന്ന് നോക്കുമ്പോൾ പറയും, ചേച്ചി ഒരു മീൻ ചത്ത് മലർന്നിട്ടുണ്ട്, അതിനെടുത്ത് മാറ്റിക്കും. ഞങ്ങളങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് ഈ അത്ഭുത പ്രതിഭാസം കാണുന്നത്. വയറ് വീർത്ത ഈ മീൻ മലർന്നുകൊണ്ട് നീന്തുകയാണ്. മലർന്നടിച്ച് നീന്താൻ തുടങ്ങിയിട്ട് 6 മാസമായി. ഇപ്പോൾ അത് ചാവും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഓരോ ദിവസവും നോക്കും. പക്ഷേ ഈ മീൻ ഇങ്ങനെ മലർന്ന് നീന്തുകയാണ്. ഇന്നലെ വരെ ഇവിടെ ഒരാൾ വന്നപ്പോൾ ചോദിച്ചു, ചേച്ചി ഒരു മീൻ അവിടെ ചത്ത് മലർന്നിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഞാനിത് കുറേ കേട്ടു, അത് ചത്ത് മലർന്നതൊന്നല്ല, അത് മലർന്നുകൊണ്ട് നീന്തുന്ന മീനാണെന്ന്. അപ്പോൾ അവർ ചോദിച്ചത് എന്ത് പ്രതിഭാസമാണ് ഇത്? ഈ പ്രതിഭാസത്തിൻ്റെ പിന്നിൽ
എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു ചരിത്രം ഈ അന്തോണീസ് പുണ്യവാളനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അന്തോണീസ് പുണ്യവാളനോട് ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അത്ഭുത പ്രവർത്തകനല്ലേ, വീട് കാവൽ നിന്നോളോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏൽപ്പിച്ച് പോകാറ്. അങ്ങനെ ഒരു ദിവസം ഒരു വിഷൻ കിട്ടി. വീടിൻ്റെ ചുറ്റും ഒരു കാപ്പിപ്പൊടി കളറുള്ള ഒരു ഫാദർ ഇങ്ങനെ നടക്കുന്നു. അപ്പോഴും എനിക്ക് ഈ രൂപത്തിൽ ശ്രദ്ധ വരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, ഏതോ ഒരു കപ്പുച്ചൻ ഫാദർ നമ്മുടെ വീടിന് ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ സൈഡിൽ ആ ചരട് ഇങ്ങനെ ആടുന്നത് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏതായിരിക്കും ഈ ഫാദർ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടിച്ചു വാരുമ്പോൾ പുണ്യാളൻ്റെ അടുത്ത് അടിച്ചു വാരുന്ന സമയത്ത് അവിടെ നിന്ന് ഞാനൊരു സന്ദേശം കേൾക്കുകയാണ്. ഞാൻ തന്നെയാണ് ആ ഫാദർ, എൻ്റെ അരയിൽ കണ്ടില്ലേ ചരട്. പ്രിയ സഹോദരങ്ങളെ, തീർച്ചയായിട്ടും ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഈ ചരടൊക്കെ. അങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസം. ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഇതെന്താ തലയ്ക്ക് പ്രാന്ത എന്നാണ് തോന്നുന്നതെന്ന്. ഇത് നടന്ന കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ അന്തോണീസ് പുണ്യവാളൻ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അന്തോണീസ് പുണ്യാളനെയും ഉണ്ണീശ്വരനെയും ബഹുമാനിക്കാൻ ഞങ്ങൾ തിരി കൊളുത്തി വയ്ക്കും. അപ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, എൻ്റെ പുണ്യാളച്ച, നീ ഇവിടെ ഇരുന്നിട്ട് എന്ത് പ്രയോജനം? ഏതെങ്കിലും പള്ളിയിൽ പോയിരുന്നാൽ ലതീഞ്ഞും നൊവേനൊക്കെ കിട്ടും. ഇവിടെ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുടുംബമല്ലേ. അപ്പം അതുകൊണ്ട് നീ ഇവിടെ ഇങ്ങനെ ഇരിക്കി. പിന്നെ നീ പറയുന്നതൊന്നും കേൾക്കാനായിട്ട് എപ്പോഴും വന്നിരിക്കാനുള്ള നേരമൊന്നും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ ഈ കുഞ്ഞുകുട്ടി പ്രാരാബ്ധമായിട്ട് പണിയും തിരക്കും ബഹളമായിട്ട് നടക്കുന്നവരാണ്. കുടുംബത്തിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അന്തോണീസ് പുണ്യാളൻ്റെ ചുറ്റും വെയിലടിക്കാതിരിക്കാൻ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമ്മേ മീനുകളുടെ ചിത്രമാണ് ഞാൻ വരയ്ക്കാൻ പറഞ്ഞത്. കാരണം ഈ അന്തോണീസ് പുണ്യാളൻ കടൽക്കരയിൽ നിന്നിട്ട് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഒറ്റ ആളുകൾ പ്രസംഗം കേൾക്കാൻ അന്ന് വന്നില്ല. അന്തോണീസ് പുണ്യാളൻ ഒട്ടും മനസ്സിടിവില്ലാതെ പ്രസംഗിച്ചു എന്നാണ് ഞാൻ വായിച്ച് കേട്ടിട്ടുള്ള അറിവ്. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന് പിന്നെ നോക്കിയപ്പോൾ കടലിലത്തെ മീനുകൾ മുഴുവൻ ഈ അന്തോണീസ് പുണ്യാളൻ്റെ പ്രസംഗം കേൾക്കാൻ വന്ന് നിൽക്കുകയാണെന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഈ മീനുകളുമായിട്ട് അന്തോണീസ് പുണ്യാളൻ നല്ല ബന്ധമാണല്ലോ. അങ്ങനെയാണെങ്കിൽ മീനുകളുടെ ചിത്രം വരയ്ക്കാം. അങ്ങനെ വരച്ച് വെച്ചു. അങ്ങനെയാണ് ആ ഗ്ലാസ് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ചുറ്റും പിന്നെ ഗ്യാപ്പ്, ഇങ്ങനെ ജനലയുടെ ആ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് അതിൽ കുറച്ച് മീനുകൾ ഇടാം എന്നുള്ള നിലയിലാണ് 2 ഫിഷ് ടാങ്കിൽ വെച്ചത്. എന്തായാലും ഈ ഒരു അത്ഭുത പ്രതിഭാസം കണ്ടപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അന്തോണീസ് പുണ്യവാളൻ വേണമെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ടാകും അല്ലേ ഈ മീനുകളോട്. അല്ലാതെ ഇപ്പോൾ ഈ മീൻ ഇങ്ങനെ വയറ് വീർത്ത് പൊട്ടാറായ മീൻ ഇങ്ങനെ മലർന്നടിച്ച് നീന്തുമോ? ഞാൻ അന്തോണീസ് പുണ്യാളനോട് വന്ന് പറഞ്ഞു, നീ നല്ല പണിയാണല്ലോ ഇവിടെ ചെയ്യുന്നത്, ഞങ്ങൾക്ക് കേൾക്കാൻ സമയമില്ല എന്ന് വെച്ചിട്ട് ഈ മീനുകളോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അതായിരിക്കുമോ ഈ മീൻ ഇങ്ങനെ വയറും പുറത്ത് കാണിച്ച് അതിങ്ങനെ മലർന്നടിച്ച് നീന്തുന്നത്? പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, അത്ഭുതങ്ങളുടെ ഒരു കലവറ തന്നെയാണല്ലോ പുണ്യാളച്ചൻ. പുണ്യാളച്ചൻ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും ആരാണെങ്കിലും. അങ്ങനെയാണല്ലോ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഒരു പള്ളിപ്പണി നടക്കുന്ന സമയത്ത് വികാരിയച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അന്തോണി സംസാരിക്കുമ്പോഴേക്കും അത്ഭുതം നടക്കുക. അങ്ങനെ അത്ഭുതം നടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ആൾക്കാർക്ക്. കാരണം ഏതെങ്കിലും ആൾ ആവശ്യമില്ലാത്ത ചെയ്യുമ്പോൾ നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞാൽ ആളാ പോസ്റ്റിലവിടെ നിൽക്കും. അതുപോലെ ഒരു സ്ത്രീ ഗർഭിണി അന്തോണീസ് പുണ്യാളനെ കളിയാക്കി എന്ന് പറയുന്നുണ്ട്. എന്താ വയറ് വീർത്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൽ കല്ലാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണോ എന്നും പറഞ്ഞ് അന്തോണി പോയി. പക്ഷേ വയറ്റിലത്തെ ഉണ്ണി അവിടെ നിന്നു കല്ലായിട്ട്. പിന്നെ വന്ന് മാപ്പ് പറയലും അന്തോണീസ് പുണ്യാളൻ പ്രാർത്ഥിച്ചപ്പോൾ അത് കുട്ടിയായിട്ട് തന്നെ അങ്ങനെ വീണ്ടും പൂർവ്വസ്ഥിതിയിലായിട്ട് പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം വികാരിയച്ചൻ പറഞ്ഞു എന്ന്, ഇനി നീ ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരുന്നോളോ എന്ന് പറഞ്ഞു. എന്തെങ്കിലും അത്ഭുതം ചെയ്യണേക്കാൾ മുമ്പേ എന്നെ വന്ന് വിളിച്ചോളോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പള്ളിപ്പണി നടക്കുന്ന സമയത്ത് പണിക്കാരൻ ഒരാൾ മുകളിൽ നിന്ന് താഴ്ത്ത് വീഴാണ്. അപ്പോൾ അന്തോണി പുണ്യാളൻ അത്ഭുതം നടത്തിയില്ല. കാരണം വികാരിയച്ചൻ ഓർഡർ ഇട്ടിട്ടില്ലേ, പറയരുത് എന്നോട് അനുവാദം ചോദിക്കണമെന്ന്. അപ്പോൾ അനുവാദം ചോദിക്കാൻ വേണ്ടി അന്തോണി പറഞ്ഞു, നീ അവിടെ നിൽക്ക്, ഞാൻ അനുവാദം ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അതുതന്നെ അത്ഭുതമാണല്ലോ.
അതൊന്നും അന്തോണിസ്പിണ്ണയാൾ നോക്കണില്ല. അങ്ങനെ അനുവാദത്തിനായിട്ട് വികാരി അച്ഛൻ്റെ റൂമിൽ പോകുമ്പോൾ അച്ഛനോട് പറഞ്ഞു, ഞാനൊരു അനുവാദം ചോദിക്കാൻ വന്നതാണെന്ന് ചോദിച്ചു. എന്താ അനുവാദം? അത് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പണിക്കാരൻ്റെ താഴ്ത്ത് വീണു, അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, ഇതൊക്കെയാണ് ചോദിക്കുന്നത്, രക്ഷപ്പെടുത്തണ്ടേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വന്നു എന്നാണ് പറയണത്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞേക്കണേ, അന്തരീക്ഷത്തിൽ ആ പണിക്കാരൻ നിൽക്കുകയാണ്. എന്നിട്ട് അന്തോണിസ്പിണ്ണയാൾ പറയുന്നു, പതുക്കെ താഴെ ഇറങ്ങി. അങ്ങനെ അയാൾ പതുക്കെ താഴെ ഇറങ്ങി വന്നു. ഇതുപോലെ അത്ഭുത പ്രവർത്തകനായ ഈ അന്തോണിസ് പുണ്യാളൻ ഈ മീൻ ചത്ത് മലർന്നപ്പോൾ ഇതിന് ജീവൻ കൊടുത്തിട്ട് അന്തോണിസ് പുണ്യാളൻ്റെ അടുത്ത് ഇങ്ങനെ നിലനിർത്തിയിരിക്കുകയാണോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, അതൊരു നല്ല പ്രതിഭാസമാണ്. ഇന്ന് ചാവും നാളെ ചാവും എന്ന് വിചാരിച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 6 മാസം കഴിഞ്ഞു ഇതിങ്ങനെ മലർന്ന് നീന്താൻ തുടങ്ങിയിട്ട്. ചത്ത് മലർന്നതാ, അനക്കല്ലാതെ ഇങ്ങനെ കിടന്നതാ. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ വിശുദ്ധരെ നമുക്ക് മറക്കാനാവില്ല. ഓരോരുത്തർക്കും ഓരോ കൃപകൾ തന്ന് നമ്മുടെ സഹായത്തിന് ദൈവം മാലാഖമാരെയും വിശുദ്ധരെയും തരുന്നുണ്ട്. പക്ഷേ നമ്മൾ അവരിൽ ആശ്രയിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഒരു കാര്യം പറയാം, ദൈവത്തെക്കാൾ ഉപരിയല്ല ഈ വിശുദ്ധരൊന്നും. ദൈവമാണ് എല്ലാത്തിനേക്കാൾ ഉപരി. ഈ ദൈവം നമുക്ക് തരുന്ന ദാസന്മാരും ദാസികളുമാണ് നമ്മുടെ വിശുദ്ധ ഗണം. ഈ വിശുദ്ധരുടെ കഴിവുകൾ ഓരോരുത്തർക്ക് പല പല കൃപകളാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ തോതനുസരിച്ച് ഓരോരുത്തർക്ക് സഹനം, ഓരോരുത്തർക്ക് കുടുംബജീവിതം, ഓരോരുത്തർക്ക് മിസ്റ്റിക്കൽ അനുഭവങ്ങൾ, ഓരോരുത്തർക്ക് വലിയ വലിയ അത്ഭുതങ്ങൾ നടത്താൻ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കാണ്, ഇത് ഔസേപ്പിതാവിൻ്റെ മാസമാണല്ലോ. മാർച്ച് 19 ഔസേപ്പിതാവിൻ്റെ തിരുനാളാണ്. അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ മീനെ കാണുമ്പോൾ എപ്പോഴും ചിന്തിക്കും, ദൈവമേ, മരണവെപ്രാൾ ഇങ്ങനെയായിരിക്കും. ഇതെന്തൊരു നീന്തണ, വെള്ളം ഇങ്ങനെ വലിച്ചു എന്തൊക്കെയാണ് ചെയ്യണേന്ന് അറിഞ്ഞുകൂടാ. കാരണം 6 മാസം മുമ്പ് ചത്ത് മലർന്ന് കോരിയെടുത്ത് കൊണ്ടുപോകാൻ പോയതാണ്. തൊട്ടപ്പോഴേക്കും അത് ജീവൻ പ്രാപിച്ചു. പിന്നെ ഈ 6 മാസമായി ഈ ഒരു ഓട്ട. ഞാനിതിനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, മാർച്ച് മാസം മരണാസന്നർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന സന്ദേശം അടിക്കടി കിട്ടിക്കൊണ്ടിരിക്കുക. കാരണം അവർക്ക് പിന്നെ ഇനി ദിവസമോ മണിക്കൂറോ ഇല്ലല്ലോ. ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ അവർക്ക് യഥാർത്ഥ അനുതാപം വരണം. യഥാർത്ഥ അനുതാപം വന്നാലേ അവിടെ ഒടുവിലത്തെ ശുശ്രൂഷ വരെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. ഞാനിപ്പോൾ ഈ ദണ്ഡവിമോചനത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാപത്തിനാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് അങ്ങനെയല്ല. ഒരു പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച അന്ന് മുതൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കുള്ള ആ ശിക്ഷ, ആ ദണ്ഡനം, അതിൽ നിന്നുള്ള പൂർണ്ണ വിടുതലാണ് ദണ്ഡവിമോചനം, പൂർണ്ണ ദണ്ഡവിമോചനം. ഭാഗിക ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വരെ ചെയ്ത പാപങ്ങൾക്ക് കൂട്ടി വെച്ചിട്ട് അതിനെന്തോരം സഹനം, എത്ര ദിവസം, ചിലപ്പോൾ 1000 ദിവസമാവും ശുദ്ധീകരണത്തിൽ കിടക്കണ്ടേ. അല്ലെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള പാപങ്ങൾക്ക് 10,000 ദിവസമാവും. എത്രയാണോ അതിൽ നിന്ന് ഭാഗികമായി കുറഞ്ഞ് ഇളവ് തരുന്നതാണ് ഭാഗിക ദണ്ഡവിമോചനം. അങ്ങനെ വരുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളുടെയും താൽക്കാലിക ശിക്ഷയിൽ നിന്ന്, ദണ്ഡിപ്പിക്കലിൽ നിന്ന് നമുക്ക് പൂർണ്ണ വിടുതൽ, അതാണ് പൂർണ്ണ ദണ്ഡവിമോചനം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു, ഈ പൂർണ്ണ ദണ്ഡവിമോചനം നമുക്കാണെങ്കിൽ പ്രാപിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് താനും. കാരണം എന്താണെന്നറിയോ? അതിൻ്റെ ഒരു വലിയ കാര്യം കിടക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് കേൾക്കുമ്പോൾ ഓടിപ്പോവും, എല്ലാ പാപങ്ങളിൽ നിന്നുള്ള ശിക്ഷകളിൽ നിന്ന് വിടുതൽ കിട്ടി, ഇനിയിപ്പോൾ ശുദ്ധീകരണത്തിൽ കിടക്കണ്ട. പക്ഷേ പിന്നീടാണ് ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദറായിട്ട് ഇത് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ, പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ചെയ്തിട്ടുള്ള ഏത് പാപമായാലും പാപത്തിന് നമുക്ക് ദൈവം 10,000 ദിവസമാണോ 1,00,000 ദിവസമാണോ ശുദ്ധീകരണത്തിൽ കിടക്കേണ്ടത്, അതിൽ നിന്നൊക്കെ പൂർണ്ണ വിടുതൽ തന്നെയാണ് സഭ പറയുന്ന ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ. പക്ഷേ അത് സ്വീകരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത്ര എളുപ്പത്തിൽ പറ്റില്ല. കാരണം പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടണമെങ്കിലത്തെ ഒരു വലിയ കാര്യമാണ് നമ്മൾ യഥാർത്ഥ അനുതാപത്തിലുള്ള കുമ്പസാരം നടന്നിരിക്കുന്നത്.
അച്ഛൻ പറയുമായിരുന്നു ഇന്ന് ഒരു 98% അല്ലെങ്കിൽ 99%ഉം യഥാർത്ഥ അനുതാപത്തിലല്ല കുമ്പസാരം നടത്തുന്നത്. കാരണം യഥാർത്ഥ അനുതാപത്തിൽ നമ്മൾ കുമ്പസാരം നടത്തിയിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ആ പാപം ചെയ്യുമേ ഇല്ലായിരുന്നു. ഈ യഥാർത്ഥ അനുതാപം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. യഥാർത്ഥ അനുതാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ ക്രൂര കൃത്യങ്ങൾക്കോ മ്ലേച്ഛകരമായ പാപങ്ങൾക്കോ പരിഹാരം ആകുന്ന തരത്തിലുള്ള ഹൃദയത്തിൻ്റെ വേദനയാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഒരു വേദനയാണ്, അനുതാപമാണ് യഥാർത്ഥ അനുതാപം എന്ന് ഈശോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് എത്ര പാപം ചെയ്താലും ആ പാപത്തിനൊക്കെ പരിഹാരമാകുന്ന തരത്തിലുള്ള നെഞ്ച് പൊട്ടുന്ന എന്തോ ഒരവസ്ഥ, അത് 10,000 വർഷം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നതിന് തുല്യമായിട്ടുള്ള വേദന, സഹനം. അങ്ങനെയൊരു അവസ്ഥയിൽ നമ്മുടെ ഹൃദയം പൊട്ടും, ദൈവമേ ഞാൻ ദൈവത്തെ നിന്ദിച്ചല്ലോ എന്ന്. അങ്ങനെ ഒരു അനുതാപം നമ്മളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊച്ചു പാപം പോലും ചെയ്യില്ല. അപ്പോൾ സംഗതി കിടക്കുന്നത് പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് സഭ പറയുന്നത് ശരിയാണ്. യഥാർത്ഥ അനുതാപവും കുമ്പസാരവും ഈ കാര്യങ്ങളും ചെയ്താൽ നമ്മൾ ഇന്ന് വരെ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് പൂർണ്ണ വിടുതൽ കിട്ടും. പക്ഷേ ഈ യഥാർത്ഥ അനുതാപം ആർക്കും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ കുമ്പസാരക്കൂട്ടിൽ പോകുന്നു, പറയണു നിങ്ങൾ ചെയ്തു പോയി, തെറ്റ് ചെയ്തു പോയി, അനുദപിച്ചു, കുമ്പസാരിച്ചു പോന്നു. ആ നിമിഷം തന്നെ അതേ പാപം നമ്മൾ വീണ്ടും ചെയ്യും. അപ്പോൾ ആ അനുതാപം നമ്മുടെ സഭ നിഷ്കർഷിക്കുന്ന, ഈശോ ആഗ്രഹിച്ച യഥാർത്ഥ അനുതാപമല്ല. അപ്പോൾ ഇങ്ങനെയാണ് കാര്യം. പൂർണ്ണ ദണ്ഡവിമോചനമായി കിട്ടണമെങ്കിലും, ഭാഗിക ദണ്ഡവിമോചനം കിട്ടണമെങ്കിലും യഥാർത്ഥ അനുതാപം നടക്കണം. പക്ഷേ ഭാഗികമായ ദണ്ഡവിമോചനത്തിന് കുറച്ച് ലഘുപാപം ഉണ്ടെങ്കിലും നമുക്ക് ആ ഭാഗിക ദണ്ഡവിമോചനം കിട്ടും. പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുന്ന ദണ്ഡവിമോചനം കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ന് വരെ എത്ര പ്രായമായോ, ഇപ്പോൾ 80 വയസ്സായെങ്കിൽ 80 വയസ്സ് വരെ നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളെക്കുറിച്ചും യഥാർത്ഥമായ അനുതാപം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അതായത് ആ അനുതാപം എന്ന് പറയുന്നത് ഏതിനോടാണ് തുല്യം വയ്ക്കാൻ പറ്റുക? അതാർക്കും അറിയില്ല. ദൈവം നമ്മളിൽ നിന്ന് എന്തുമാത്രം വേദന സഹനമാണ് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ യഥാർത്ഥ അനുതാപം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയുടെ തത്തുല്യമായ വേദനയുണ്ടാകും ആ യഥാർത്ഥ അനുതാപത്തിന്. അങ്ങനെയുള്ള അനുതാപം നടന്നാൽ ഉറപ്പാണ് നമ്മുടെ പാപങ്ങൾക്ക് പിന്നെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട വരില്ല. പക്ഷേ അങ്ങനെ അധികമാരും ശുദ്ധീകരണ സ്ഥലം കൂടാതെ പോയിട്ടില്ല. വിശുദ്ധർ പോലും ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നിട്ടേ പോയിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണ് അനുതാപത്തിൻ്റെയും ദണ്ഡവിമോചനത്തിൻ്റെയും കണക്ഷൻ. അപ്പം ഞാൻ ഈ മീനിങ്ങനെ കിടന്ന് പിടയ്ക്കണ കാണുമ്പോൾ ഞാൻ അപ്പോൾ ഓർക്കുകയാണ്, ദൈവമേ മരണാസന്നരായി കിടക്കുന്നവർ, ഇങ്ങനെ വലിച്ചു കിടക്കുന്നവർക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന സന്ദേശമാണ് ഔസേപ്പിതാവ് തന്നത്. കാരണം അവരുടെ അവസാന നിമിഷത്തിൽ യഥാർത്ഥ അനുതാപം ഉണ്ടാകാൻ, യഥാർത്ഥ അനുതാപം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒടുവിലത്തെ ശുശ്രൂഷയുടെ പോലും ദണ്ഡവിമോചനം അവർക്ക് പ്രാപിക്കാൻ പറ്റുള്ളൂ. അനുതാപം നടക്കാത്തിടത്തോളം ദണ്ഡവിമോചനങ്ങൾ സാധിക്കില്ല. ഇപ്പോൾ എൻ്റെ സ്പിരിച്വൽ ഫാദർ പറയുമായിരുന്നു, അദ്ദേഹമായിരിക്കുന്ന സ്ഥലത്ത് ഒരു ആത്മഹത്യ അച്ഛനറിയില്ലായിരുന്നു. ഒടുവിലത്തെ ശുശ്രൂഷയ്ക്കായി ആളുകൾ വിളിച്ചു കൊണ്ടുപോയി ശുശ്രൂഷ നടത്തുന്ന സമയത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് തൈലത്തിൻ്റെ കുപ്പി തെറിച്ചു പോയെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇതെന്താണ് ഉണ്ടായത് എന്ന് മനസ്സിലായില്ല. അങ്ങനെ ദണ്ഡവിമോചനം കൊടുത്ത് കോമ സ്റ്റേജിലാണ്. ഒരു യുവതിയാണ് കിടക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നുമല്ല, വിദേശ രാജ്യത്തിലാണ്. അപ്പോഴച്ഛൻ പറയുമായിരുന്നു, പിന്നീടാണ് ഞാൻ അപ്പുറത്തോട് ചോദിച്ചത്, എങ്ങനെയാണ് ഇയാളിങ്ങനെ വന്നേ എന്ന് ചോദിച്ചപ്പോൾ ആൾ ആത്മഹത്യ ചെയ്തതാണ്. ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ ഭീകരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്ക് ബോധമില്ല. അപ്പോൾ ആ ബോധമില്ലാത്ത അവസ്ഥയിൽ ആൾ അനുതപിച്ചിട്ടില്ല. അപ്പം അനുതപിക്കാത്തടത്തോളം ദണ്ഡവിമോചനങ്ങൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ദണ്ഡവിമോചനം, പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടണമെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന തോതിലുള്ള അനുതാപം നടക്കണം എന്നുള്ളതാണ് സഭ നിഷ്കർഷിക്കുന്ന ഏറ്റവും വലിയ കണ്ടീഷൻ. ആ കണ്ടീഷൻ പൂർത്തിയാക്കിയാൽ, ധൂർത്തുപുത്രൻ്റെ ഉപമ നമുക്ക് നോക്കാം. എത്ര പാപം ചെയ്താലും ഹൃദയം പൊട്ടി തിരിച്ചു വന്നപ്പോൾ പിതാവ് ഇരുകരങ്ങളും നീട്ടി
സ്വീകരിച്ച അനുഭവം. സ്വർഗത്തിൽ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ചാണ് 99 നീതിമാന്മാരേക്കാൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞ ആ വചനം നമുക്ക് ഓർക്കാം. അപ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്നത് അനുതാപമാണ്, യഥാർത്ഥ അനുതാപം. ആ യഥാർത്ഥ അനുതാപത്തോടു കൂടിയുള്ള കുമ്പസാരമാണ് മെയിൻ കണ്ടീഷൻ. അങ്ങനെ വരുമ്പോൾ ഞാൻ ഏറ്റുപറഞ്ഞു എൻ്റെ സ്പിരിച്വൽ ഫാദറിനോട്, ഞാൻ ഇന്ന് വരെ അങ്ങനെയൊരു അനുതാപത്തിൽ കുമ്പസാരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ആ നേരത്ത് നമുക്കൊരു വിഷമമൊക്കെ തോന്നും. നമ്മൾ പറയും, അയ്യോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ആളെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു മോചനം കിട്ടി ഇറങ്ങി അടുത്ത മണിക്കൂറിൽ നമ്മൾ അതേ പ്രവർത്തനങ്ങൾ വീണ്ടും ചെയ്യും. അപ്പോൾ അതിന് മനസ്സിലാക്കാം നമുക്ക് വന്നിട്ടുള്ളത് യഥാർത്ഥ അനുതാപമല്ല, ശരിക്കും ഉള്ളു തട്ടിയിട്ടുള്ള നമ്മുടെ പാപങ്ങളുടെ ശിക്ഷയ്ക്ക് തത്തുല്യമായ അനുതാപം നമുക്കുണ്ടായിരുന്നെങ്കിൽ, സ്വർഗത്തെ നമ്മൾ വിഷമിപ്പിച്ചു എന്ന അനുതാപം നമുക്ക് ആഴത്തിൽ വന്നെങ്കിൽ പിന്നെ നമ്മൾ ആ പാപം ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മളിൽ എത്ര പേര് കുമ്പസാരിച്ച പാപം പിന്നെ ചെയ്യാതിരുന്നിട്ടുണ്ട്? നമ്മൾക്ക് ചിന്തിക്കാം. വിശുദ്ധ ഔസേപ്പ് പിതാവ് പറഞ്ഞ്, ഈ മാർച്ച് മാസത്തിൽ ഈ മീനെ കാണുമ്പോഴെല്ലാം ഞാൻ ഓർക്കും, ദൈവമേ, മരണത്തോട് മല്ലിടുന്ന ഓരോ വ്യക്തികൾക്കും യഥാർത്ഥ അനുതാപം കൊടുക്കണേ കർത്താവേ, എന്നിട്ട് ഈ ശ്വാസം നിലപ്പിച്ചാൽ മതി. ഈ മീനെ കാണുമ്പോൾ മുഴുവൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്പം അതാണ്, സകല മരണാസനക്കും. കാരണം അവർക്കിനി ടൈമില്ല. നാളെ അനുതാപിക്കാം എന്ന് വെച്ചാൽ അവർക്ക് സമയമില്ല. ഇപ്പോൾ ഈ സമയത്ത് അവർക്ക് അനുതാപം കിട്ടണം. അങ്ങനെയാണ് ആ വിഷം കടിച്ച ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞുവല്ലോ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ ആ മകന് അനുതാപം കിട്ടിയിട്ടുണ്ടാവാം, കരഞ്ഞിരുന്നു ഒടുവിലത്തെ ശുശ്രൂഷ സമയത്ത്. പക്ഷേ ആ ഒടുവിലത്തെ ശുശ്രൂഷ സമയത്ത് കരഞ്ഞത് അനുതാപം കൊണ്ടാണ് നമുക്കറിയില്ല. കോമാ സ്റ്റേജിൽ കിടക്കുന്ന ആളാണ്. ചിലപ്പോൾ മാനുഷികമായൊരു കരച്ചിലായിരിക്കാം, ഞാനിങ്ങനെ ചെയ്തു പോയില്ലേ, ആളുകളൊക്കെ വന്നല്ലോ, അച്ഛൻ വന്നല്ലോ എന്നൊക്കെ ഉള്ളിൽ വിചാരിച്ചിട്ടായിരിക്കാം എന്നാണ് എൻ്റെ സ്പിരിച്വൽ ഫാദർ പറഞ്ഞത്. അപ്പോൾ ആ കരച്ചിൽ യഥാർത്ഥ അനുതാപത്തെ, സ്വർഗത്തെ, ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചുള്ളൂ എന്നുള്ളൊരു അനുതാപമാണോന്ന് അറിയില്ല. അങ്ങനെയാവുമ്പോഴേ മാത്രമേ പൂർണ്ണത ലഭിക്കുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ആ സഹോദരൻ മരിച്ചു കേട്ടോ. വിഷം കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞ ആൾ മരിച്ചു. അപ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥയെങ്കിലും ഒരു ഒടുവിലത്തെ ശുശ്രൂഷ അവിടെ നടത്താൻ പറ്റി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തുമാത്രം അയാൾക്ക് വിടുതൽ കിട്ടി എന്നുള്ളത് ദൈവം തമ്പുരാനെ അറിയുള്ളൂ. കാരണം ഹൃദയത്തിൽ എന്താണ് നടന്നതെന്ന് നമുക്കറിയില്ലല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഈ മാർച്ച് മാസത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മരണദിനത്തിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്കിതിനെ ഓർക്കാം. അവസാനത്തെ പെടച്ചിലാണ് ഇതെന്ന് ഈ മീൻ കാണിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവസാനത്തെ പെടച്ചിൽ. ഈ അവസാനത്തെ പെടച്ചിലിൽ ആരൊക്കെ ഈ ലോകത്തിപ്പോൾ ആയിരിക്കുന്നുവോ ആ വ്യക്തികൾക്കെല്ലാം തമ്പുരാനെ യഥാർത്ഥ അനുതാപം കൊടുക്കാനായിട്ട് കരുണ കാണിക്കണമേ. കാരണം നമ്മളങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആത്മാക്കൾ നഷ്ടപ്പെടും. ദൈവം സൃഷ്ടിച്ച ഒരു മകൻ പോലും ഒരു മകൾ പോലും ആത്മാവ് നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇന്ന് പ്രത്യേകം നമുക്ക് മരണാസന്നരെ ഓർക്കാം, ഇടയ്ക്കിടയ്ക്ക് ഓർക്കാം. ഇപ്പോൾ ആത്മഹത്യാ പ്രവണതയുള്ളവരെ ദൈവമേ തടുത്തു നിർത്തണേ, ഇനി മരിക്കാറായവരെ ദൈവമേ അനുതാപം കൊടുക്കണേ. അങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ് പറയുമ്പം നമ്മുടെ സന്ദർഭം അനുസരിച്ച് കാഴ്ചവെക്കാം. അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന തേങ്ങലാണ് ഈശോ നോക്കുക. നമ്മുടെ ലക്ഷ്യം ആത്മാക്കൾ രക്ഷപ്പെടണം. ഒരു പാപി പോലും നരകത്തിൽ പതിക്കാൻ പാടില്ല, ഞാനടക്കം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മീനെ അങ്ങനെ ഉള്ളൊരു ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ മീനെ ഓർക്കും. എന്നിട്ട് ഞാൻ ഓർക്കും, ദൈവമേ മരണപ്പാച്ചിലാണ്, ഇതുപോലെ മരണത്തോട് മല്ലടിക്കുന്നവരെ അനുതാപം കൊടുക്കണമേ ഈശോയെ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ആത്മഹത്യ ചെയ്ത് മരിച്ചു പോയിട്ടുള്ള എല്ലാ വ്യക്തികളെയും നമുക്ക് ഓർക്കാം. അതുപോലെ ദുർമരണങ്ങളിലൂടെ ഇവിടുന്ന് കടന്നു പോയവരെ ഓർക്കാം. എല്ലാവരും രക്ഷപ്പെടട്ടെ. ആരെയും പാപി എന്ന് മുദ്ര കുത്തി അങ്ങനെ ചെയ്തില്ലേ അവിടെ കിടക്കട്ടെ അങ്ങനെ പറയരുത്. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം യാചിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യാളനെ പ്രത്യേകം ഓർക്കാം. 2 വിശുദ്ധരുടെ കയ്യിലും ഇരിക്കുന്നത് ദൈവമാണ്, ഉണ്ണി. അവർക്ക് വലിയ കോണ്ടാക്റ്റാണ് ഇവരോട്. കാരണം കയ്യിലല്ലേ ഇരിക്കണേ ഉണ്ണി, ഇടയ്ക്കിടയ്ക്ക് എല്ലാം പറയാലോ. നമുക്ക് വിശുദ്ധരുടെ മാധ്യസ്ഥം തേടാം. സർവശക്തനായ ദൈവമാണ് എല്ലാത്തിനേക്കാളും ഉപരി. പരിശുദ്ധ കുർബാനയാണ് എല്ലാത്തിനും പരിഹാരം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.